ഹലോ, ASI അഖിലേഷ് സാറല്ലേ? അതെ സാർ, ഇത് സൈബർ സെല്ലിൽ നിന്നാണ്. CPO വിനോദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സാർ അയച്ചു തന്ന മൊബൈൽ നമ്പർ മഞ്ജുള വൈഫ് ഓഫ് സുനിൽ, സബ് ഇൻസ്പെക്ടർ പോലീസ് എന്ന ആളിൻ്റെ പേരിലുള്ളതാണ്. വിശദമായ റിപ്പോർട്ട് കമ്പീഷൻ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ താഴെ ശബരിമലയ്ക്ക് പോകുന്നത്? ഞാൻ അടുത്ത ആഴ്ച ആവും സാർ. എടോ, തൻ്റെ മദ്യപാനം ഒരുത്തൻ്റെ ജീവനെടുത്തു. കൂടെ ഇരുന്ന് കുറച്ച് പേര് മദ്യപിച്ചിരുന്നല്ലോ, അവരുടെ കാര്യമൊക്കെ എന്തായി? ഒരുത്തനുമില്ല. പിന്നെ കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പോഴേ ഏതെങ്കിലും ഒരുത്തൻ അവശനായാൽ അവനെ വീട്ടിലെത്തിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും എന്നാണ് അവിടെ നിന്ന് പഠിക്കുന്നത്. സാർ, അത് പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് വിനോദ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. യൂണിഫോം ഇട്ട് മദ്യപിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, താനൊക്കെ പോലീസ് സേനയ്ക്ക് തന്നെ അവമാനമാണ്. എന്തൊക്കെ ചെയ്താലും തന്നെയൊക്കെ താങ്ങാനായിട്ട് കുറേ അസോസിയേഷൻ. സാറേ, രാവിലെ മുതലുള്ള ജോലി ഭാരം കൊണ്ട് രണ്ടെണ്ണം അടിച്ചു പോകുന്നതാണ്. അല്ല, സാർ അസോസിയേഷനെ കുറ്റം പറയുന്നു. സാറും അസോസിയേഷനിൽ അംഗമല്ലേ? എടോ, വിനോദ് എങ്ങനെയാ തോട്ടിൽ വീണത്? താനാണോ അതോ അവനാണോ വണ്ടി ഓടിച്ചത്? സത്യം പറ. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? തനിക്കൊന്നും അറിയില്ലല്ലേ? ഞാനായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ തെളിവുകളൊക്കെ തനിക്കെതിരാണ്. ഇന്നലെ രഞ്ജു തന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെന്താ താൻ വരാഞ്ഞു? സാർ, അത് ഞാൻ നല്ല ഫിറ്റായിരുന്നു. ഫിറ്റ്? എടോ, താൻ കുറ്റബോധം കൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നതല്ലേ? താനും വിനോദമായിട്ടുള്ള വിരോധം ഉണ്ടല്ലോ, സ്റ്റേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. താൻ തള്ളിയിട്ട് കൊന്നാലോടോ? അല്ല സാർ, ഞാനല്ല സാർ. എന്നെ ഒരാൾ വിളിച്ചിരുന്നുവെന്നും എന്നെ വിളിച്ചയാൾ രഞ്ജു ആണെന്നും സാറിന് എങ്ങനെ മനസ്സിലായി? അപ്പൊ എന്നെയും വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചെങ്കിലേ സാറ് പിന്നെ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഞാനല്ലാതെ പിന്നെ തന്റെ വേറെ ആരോട് ആശുപത്രി പോയത്? ഓക്കെ സാർ, ആശുപത്രിയിൽ പോയി വിനോദ് രാത്രി 11 മണിക്ക് മരിച്ചു എന്ന് സാറ് റിപ്പോർട്ട് ചെയ്തു. 11 മണിക്ക് മരിച്ച വിനോദിന് വീണ്ടും രാത്രി 12:30 ശേഷവും ഈ കലിങ്ങിന് അടിയിലുണ്ട് എന്ന് സാറിന്റെ സുഹൃത്ത് എങ്ങനെ എന്നെ വിളിച്ചു പറയും? സുഹൃത്തോ, പോക്കർത്തനെ പറയരുത്. ചൂടാവല്ലേ സാറേ. അയാൾ എന്നെ വിളിച്ചതിന്റെ കൃത്യമായ രേഖകൾ എന്റെ ഫോണിലുണ്ട്. കൂടാതെ എന്റെ മൊബൈൽ ഫോൺ ഫുൾ റെക്കോർഡറാണ്. എടോ, തന്നെ രഞ്ജുവാണോ വിളിച്ചത്? സാർ, അവന്റെ പേരും നാളൊന്നും എനിക്കറിയത്തില്ല. എടോ, തനിക്ക് എന്ത് ഒലക്ക അറിയാം? പിന്നെ സാർ, എനിക്ക് ഒരു ഒലക്കേ അറിയത്തില്ല. സാറിനെ പോലുള്ള മേലുദ്യോഗസ്ഥന്മാരെ ഓച്ചാനിച്ച് നിൽക്കാൻ മാത്രമേ എനിക്കറിയൂ. എടോ, കഷ്ടം. എന്ത് കഷ്ടം സാർ? സാർ സൂക്ഷിച്ചോ. ഈ രഞ്ജു ഇല്ലേ, സാറിനെ വിളിച്ച സമയവും എന്നെ വിളിച്ച സമയവും എല്ലാം കമ്മീഷണർ ഒത്തു നോക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ നിയമപാലകരല്ലേ സാറേ? എടോ, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല സാറേ. ആദ്യം അവസാനിക്കേണ്ടതേ സാറിന്റെ ഈ ആർത്തിയാണ്, പണത്തോടുള്ള അത്യാർത്തി. എടോ, തന്നോട് എനിക്ക് വ്യക്തിഗതം സംസാരിക്കും. അത് താൻ സ്ഥിരമായിട്ട് മദ്യപിക്കാറുള്ള സ്ഥലത്തോ തൻ്റെ റൂമിലോ എവിടെയോ? ആദ്യം ഇതൊക്കെ ഒന്ന് കഴിയും. വേണ്ട സാർ, സാറിന് സംസാരിക്കാനുള്ള സാറ് പറയും. അത് പറയാൻ പറ്റിയ സ്ഥലം ഇവിടം തന്നെയാണ്, നമ്മുടെ വിനോദിന്റെ ജീവൻ നഷ്ടപ്പെട്ട മുത്താന കലിങ്ങിനടുത്ത്. അറേ, ഞാൻ മദ്യപാനം നിർത്തി. അതോടുകൂടി എന്റെ പന്നത്തരങ്ങളെല്ലാം അവസാനിച്ചു. എന്നാൽ സാറിന്റെ അവസ്ഥ അതല്ല. ഏതു നിമിഷവും സാറിന് വരാവുന്ന ഒരു ഫോൺ കോൾ ഉണ്ട്. സാർ സൂക്ഷിച്ചോ. എടോ അഖിലേഷേ, എനിക്കവനോട്, ആ രഞ്ജുവിനോടെ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. എന്നിട്ടാണോ സാറേ സാറിന്റെ ഭാര്യയുടെ പേരിലുള്ള സിമ്മിൽ നിന്ന് അവ എന്നെ ഫോൺ ചെയ്യുന്നത്? സാറേ, നമ്മുടെ സൈബർ സെല്ല് വിഭാഗം ഉദ്യോഗസ്ഥരെ അവിടെ കമ്പ്യൂട്ടർ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. എന്റെയും സാറിന്റെയും ഉൾപ്പെടെ തോളത്ത് എത്ര നക്ഷത്രമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ആണെങ്കിൽ പോലും ഫോൺ ഉൾപ്പെടെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
സാർ അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എടോ അത് പിന്നെ സാറേ, എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും കോടതിയിലും കൊടുത്താൽ മതി. സാർ ഇവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഞാൻ പോകുന്നു. സാറേ, സാറിനെതിരെയുള്ള മുഴുവൻ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ എന്തെങ്കിലും സാർ ശ്രമിച്ചാൽ അത് വീണ്ടും സാറിന് ദോഷം ചെയ്യത്തേ ഉള്ളൂ. ഓർത്തുള്ളൂ. സാറേ, സാറിന് രഞ്ജുവിനെ അറിയാമല്ലേ? അറിയാം. എത്രമാത്രം? അവൻ ഒരു സ്മഗ്ലർ അല്ലേ? കഷ്ടം. അവനെ വല്ലാതെ വിശ്വസിച്ച് ജീവിക്കുകയാണല്ലേ സാറ്. സാറേ, അവൻ ക്രിമിനലാ, ടോൺ ക്രിമിനൽ. ലഹരി മാഫിയയിലുള്ള അംഗമാണവൻ. അവൻ സാറിന് ഇതുവരെ എത്രമാത്രം നോട്ടുകെട്ടുകൾ തന്നിട്ടുണ്ടെന്നുള്ളത് അവന് കൃത്യമായ കണക്കുണ്ട്. ഹലോ സാർ. വണ്ടി കണ്ടെത്തിയോ? ഇല്ല സാർ. എടോ താൻ എവിടെയാ? ഞാൻ മുത്താന കലിങ്ങിനടുത്ത് സാർ. എടോ അപകടമാണോ കൊലപാതകമാണോ? അത് അല്ല സാർ, അപകടം തന്നെയാ. താൻ എന്താടോ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. എടോ ഒരു പോലീസുകാരനാണ് മരിച്ചിരിക്കുന്നത്. നമ്മുടെ സേനയിൽ ജോലി ഭാരം കാരണം പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന ചീത്തപ്പേരിനിടയിലാണ് ഈ മരണം കൂടി വന്നിരിക്കുന്നത്. അപകടമായാലും കൊലപാതകമായാലും എത്രയും വേഗം അന്വേഷിച്ച് കണ്ടെത്തണം. സംശയമുള്ള എല്ലാത്തിനെയും തൂക്കി അകത്തിട്ടേക്ക്. സംശയം തീർത്തിട്ട് വിട്ടാ മതി. ഓക്കെ? ശരി സാർ, എത്രയും വേഗം ചെയ്യാം സാർ. സന്തോഷം, വണ്ടി എടുത്തോ? ഇല്ല, വണ്ടി എടുക്കേണ്ടെന്നാണ് ആസയുടെ ഓർഡർ. ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകാനുള്ള പോക്കായിരുന്നു. എനിക്ക് കളി മാറും. കമ്മീഷണറാണ് വിളിച്ചിരിക്കുന്നത്. എടോ, താൻ ഇപ്പോൾ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ കമ്മീഷണർ ഉത്തരവ് വന്നിട്ടുണ്ട്. ശരി സാർ. എടോ സന്തോഷേ, വെള്ളത്തിലെ മുങ്ങാനുള്ള ആൾ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, വിളിക്കട്ടെ? വേണ്ട, ഞാൻ വിളിക്കാം. അടുത്ത് JCB വല്ലതും വിടോ? ഓ പിന്നെന്ത്, ഇവിടെ അടുത്ത് സമയം JCB ഉണ്ട്. വിളിക്കാമോ? പിന്നെ ഇപ്പൊ വിളിക്കാം. പിന്നെന്ത്, ഇപ്പൊ വിളിക്കാം. എടോ ബാബു, തന്നെ SI വിളിക്കുന്നു. എടോ, വെള്ളത്തിലോട്ടിറങ്ങി ആ ബൈക്കൊന്ന് എടുത്തേ. ഞാൻ കൂടെ ഇറങ്ങാം. വേണ്ട, അവൻ്റെ ആവശ്യം. അതല്ല സാർ.
സാറേ, ആ ബൈക്ക് കണ്ടോ? ഓടി വന്നിരിക്കുന്ന ബൈക്കല്ല വീണിരിക്കുന്നത്. നിർത്തി വെച്ചിരുന്ന ബൈക്ക് തോട്ടിലേക്ക് മറിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ആ രഞ്ജുവിനെ എടോ, ഈ രഞ്ജുവിൻ എന്നാ പിടിക്കുന്നേ? അവൻ ഇത് യാതൊരു പങ്കുമില്ല. അവനെ ഇതുവഴി പോയപ്പോൾ എന്നെ തന്നെയൊക്കെ വിളിച്ചതായിരിക്കും. സാറേ, അത് ശരിയായിരിക്കും. എന്നാലും രഞ്ജുവിനെ ഒന്ന് സ്റ്റേഷനിൽ വിളിച്ച് ഒന്ന് ചോദിക്കുന്നത് നല്ലതാ. സംശയം അങ്ങ് തീർക്കാമല്ലോ. ഒരു സെക്കൻഡ്, ഒരു കോളം എടുത്തോട്ടെ. ഹലോ ഹലോ, ആ രഞ്ജു, നീ എവിടെയാണ്? ആ സാറേ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. ബാംഗ്ലൂർക്കോ? അതെ, നീ ഉടനെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ആ വിനോദിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടെ സാക്ഷി വഴി ഒന്ന് രേഖപ്പെടുത്താൻ. ശരി സാർ, ഞാൻ എത്തിയേക്കാം. സാറേ, രഞ്ജുവിന്റെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. വേണ്ടടോ, അതിന്റെ ആവശ്യമില്ല. ഉണ്ട് സാർ. എങ്കിൽ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി. സാറേ, വിനോദിന്റെ മരണം കൊലപാതകമാണെന്നോ വിനോദിനെ കൊന്നത് രഞ്ജു ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനാണ് മരിച്ചിരിക്കുന്നത്. ആ കേസെങ്കിലും നേരാവണ്ണം നമ്മൾ അന്വേഷിച്ചു എന്ന് വരുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നീ എന്തിനാണ് ആ ദിവസം രാത്രി മുത്താനെ കലങ്ങിന്റെ അടുത്ത് പോയി? സാറേ, ഞാൻ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ അപകടം കണ്ടത്. ആ, എന്നിട്ട് ഞാൻ അപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പക്ഷെ എന്നിട്ട് ആരും ഫോൺ എടുത്തില്ല സ്റ്റേഷനിൽ. ആ, അപ്പോൾ വേറെ ആരെയും കൂടെ ഉണ്ടായിരുന്നു? ഇല്ല സാറേ, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. നീ സ്റ്റേഷനിൽ ഏത് നമ്പറിലേക്ക് വിളിച്ചു? ലാൻഡ് ലൈൻ. അത് കഴിഞ്ഞ് ഞാൻ സാറിനെ എത്ര പ്രാവശ്യം വിളിച്ചതാ? കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ ആ കലികിനടുത്തൊന്ന് വന്നിട്ട് പോവാൻ. അപ്പൊ സാറ് വന്നില്ല. എന്നെ വിളിച്ചപ്പോ ഏകദേശം എത്ര മണിയായി കാണും? ഒരു 12 മണി കഴിഞ്ഞു കാണും. എന്നെ വിളിച്ചിട്ടേ ഞാൻ വരാത്തത് കൊണ്ട് നീ വേറെ ആരെങ്കിലും വിളിച്ചോ? ഇല്ല സാർ, ആരെയും വിളിച്ചിട്ടില്ല. ഇല്ലെന്നേ, ആരെയും വിളിച്ചിട്ടില്ല. നീ എന്നെ വിളിച്ചില്ലേ? വേണ്ട സാർ, അവൻ പറയട്ടെ. എവിടെ നിന്റെ ഫോൺ? ഓണാക്കി തരാ. അപ്പൊ നീ എന്നെ വിളിച്ചിട്ടുമില്ല, സ്റ്റേഷനിൽ വിളിച്ചിട്ട് ആരും എടുത്തിട്ടില്ല അല്ലേടാ? മാറി. ഹലോ സാർ. എടോ, താൻ എന്തൊക്കെ വിളിച്ചോ? ഹലോ സാർ. എടോ, CPO വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയിൽ നിന്നും SI സുനിലിനെ തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള അന്വേഷണവും സ്റ്റേഷൻ ഇൻചാർജും തനിക്കാണ്. പുതിയ SI ചാർജ് എടുക്കുന്നത് വരെ. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ. മിസ്റ്റർ സുനിൽ, നിങ്ങളെ CPO വിനോദിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും സ്റ്റേഷൻ ചാർജിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കേസിന്റെ തുടരന്വേഷണവും സ്റ്റേഷൻ ചാർജും ഇനി അഖിലേഷനാണ്. സൈബർ സെൽ വിഭാഗം കണ്ടെത്തിയ നിങ്ങളുടെ ഭാര്യയുടെ പേരിലുള്ള സിം കാർഡ് ആ കേസിൽ സംശയിക്കപ്പെടുന്ന രഞ്ജുവിന്റെ കയ്യിൽ എങ്ങനെ എത്തി എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരേണ്ടതുണ്ട്. സോറി മിസ്റ്റർ സുനിൽ. സാർ 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 നിനക്ക് ഇവിടെ നടാ SIയുടെ ഭാര്യയുടെ പേരിലുള്ള സിം കിട്ടിയത്? സാറേ, സാറേ, ഇത് SI സാർ തന്നെ തന്നതാ. അദ്ദേഹത്തിന് മാത്രം വിളിക്കാം. എന്നിട്ട് നീ കലിങ്ങിന്റെ അടുത്ത് നിന്ന്
അദ്ദേഹത്തെ വിളിച്ചില്ലായിരുന്നോ? സത്യം പറയണം. സാറേ, എന്റെ ഫോണിൽ 2 സിം ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കാൻ തന്ന സിമ്മിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടില്ല. CCTV ഓഫാണ്. ഇനി ചോദ്യം ചെയ്യുന്ന രീതി മാറും. ഇനി പറ, അന്ന് എന്താണ് അവിടെ നടന്നത്? സാറേ, പതിവായ ആ സമയത്ത് ഞാൻ ആ മുത്താന കല്ലിങ്ങിലാണ് ഇരിക്കാറുള്ളത്. അന്ന് രാത്രി ആ പോലീസുകാരൻ എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ തമ്മിൽ 1-2 സംസാരിച്ച് പിടിവിൽ നടന്നു. അദ്ദേഹം തോട്ടിലേക്ക് വീണു. കൂട്ടത്തിൽ ഞാൻ ബൈക്കും എടുത്ത് തോട്ടിലേക്ക് ഇട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. ദേവി, എന്നെ രക്ഷിക്കണം. കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കണം. ഇല്ലടാ, മാറി. സാറേ, നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. ഉദ്യോഗസ്ഥരെ, കൈക്കൂലിപ്പണത്തോടുള്ള ആർത്തി നിങ്ങളുടെ ജീവിതം തുലയ്ക്കും.